ഒഡീഷയിൽ ക്രിസ്ത്യൻ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച് ബജ്രംഗ് ദൾ. ഓഗസ്റ്റ് 6 രാത്രി ജലേശ്വറിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. മതപരിവർത്തനം ആരോപിച്ചാണ് 70ഓളം ബജ്രംഗ് ദളുകാർ ആക്രമണം നടത്തിയത്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, എന്താണ് ഇവിടെ നടന്നത്? കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഗ്രാമപ്രദേശത്ത്, ജലേശ്വറിലെ ഒരു ഗ്രാമപ്രദേശത്ത് 2 വർഷം മുൻപ് മരിച്ച ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയുടെ മരണാനന്തരമായിട്ടുള്ള ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മലയാളികളായിട്ടുള്ള 2 പേർ, 2 അച്ഛന്മാർ, 2 പിതാക്കൾ, ഒപ്പം തന്നെ കന്യാസ്ത്രീകളെല്ലാം ഈ സ്ഥലത്തേക്ക് എത്തിയത്. വൈകിട്ട് 5 മണിക്ക് എത്തി. രാത്രി 8 മണിയോടുകൂടി ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി തിരികെ പോകുന്ന സമയത്താണ് 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ സംഘടിച്ച് വന്ന് വലിയ ആക്രമണം അഴിച്ചുവിട്ടത്. ഈ പിതാക്കൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബൈക്ക് ആക്രമിച്ചു, അത് തള്ളിയിട്ടു. അതിനുശേഷം അവരെ മർദ്ദിച്ചു. ഷർട്ടുകൾ പിടിച്ച് കീറി അവരെ മർദ്ദിച്ചതിനു ശേഷം അവരുടെ മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്തു. ഈ സമയം വരെ മൊബൈൽ ഫോണുകൾ തിരിച്ചു നൽകാൻ ബജ്രംഗ് ദളിന്റെ ആൾക്കാർ തയ്യാറായിട്ടില്ല. ഏതാണ്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞതിന് ശേഷം പോലീസ് എത്തിയാണ് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തിയത്. എന്തായാലും വലിയ പേടിയിലാണ് ഈ ആളുകൾ. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീയുമായി സംസാരിച്ചിരുന്നു. അവർ ഫോൺ റെക്കോർഡ് ചെയ്യാനോ ചെയ്യട്ടെ ഞാൻ ചോദിച്ചപ്പോൾ വേണ്ട, പേടിയാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവരുടെ ദൃശ്യങ്ങളോ മറ്റൊന്നും അവരുടെ കയ്യിലില്ല. ഭയന്നിരിക്കുകയാണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നാണ് അവരോട് ചോദിച്ചത്. നിയമ നടപടിക്ക് അവർ ആലോചിക്കുന്നുണ്ടോ? ഭയത്തിലാണെന്ന് മനസ്സിലായി. അനൂപിനോട് സംസാരിച്ച കന്യാസ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട സഭ ഏതെങ്കിലും രീതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ? എന്താണ് തോന്നുന്നത് അനൂപ്? അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സഭ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ്. കാരണം ഒഡീഷയിൽ കഴിഞ്ഞ ഏതാണ്ട് 6 മാസത്തിനിടെ തുടർച്ചയായി മലയാളികൾ ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് ആളുകളെ, ഈ ക്രിസ്ത്യൻ വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാം ആക്രമിക്കുന്ന സംഭവം തുടർച്ചയാണ്. ഇതില്ലാതാക്കണമെങ്കിൽ നിയമവഴി തേടിയേ തീരൂ എന്നാണ് ഇപ്പോൾ സഭയുടെ നിലപാട്. കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, അനൂപ്.